വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് കമ്മിങ് സൂൺ പ്രൊമോയിൽ വിഷ്ണു ആണെങ്കിൽ ശാലിനി അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു വിഷമത്തിൽ കടൽക്കരയിലും പോയി നിൽക്കുന്നുണ്ട്. അന്നേരം കമലിനാണെങ്കിൽ വിഷ്ണുവിനെ അന്വേഷിച്ച് കാണാതെ വരുമ്പോൾ അവിടേക്ക് തന്നെ വരുന്നുണ്ട്. വിഷ്ണു വിഷമം വരുമ്പോൾ അവിടേക്കാണല്ലോ സാധാരണ പോയി നിൽക്കാറുള്ളത്. അന്നേരം കമലിനെ അന്വേഷിച്ച് എത്തുന്നുമുണ്ട്. അന്നേരം കമലൻ കുറേയൊക്കെ പറഞ്ഞിട്ടും വിഷ്ണുവിന് ആ ഒരു സങ്കടം സഹിക്കാനായിട്ട് കഴിയുന്നുമില്ല. കമലൻ പറയുകയാണ്, എടാ നീ അടക്കം ബാക്കി എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ശാലിനി എന്നെ തള്ളിപ്പറഞ്ഞു. ആ മുറിവ് എൻ്റെ മനസ്സിലാണ് ഏറ്റത്, ആ വിള്ളൽ എൻ്റെ മനസ്സിലാണ് ഏറ്റതെന്നും പറഞ്ഞ് വിഷ്ണു ആകെ കരഞ്ഞ് കമലിനോട് തൻ്റെ സങ്കടം പറയുന്നുണ്ട്. അതിനുശേഷം കമലം വിളിച്ചിട്ടും വിഷ്ണു പോകുന്നില്ല എന്ന് തോന്നുന്നു. വിഷ്ണു കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോകാമെന്ന് പറയുന്നതനുസരിച്ച് കമലം വീട്ടിലേക്ക് പോവുകയാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ അബൂബക്കറിൻ്റെ ഗുണ്ടകളൊക്കെ വരുന്നതും അവിടെ വെച്ചൊരു ഫൈറ്റ് സീൻ ഉണ്ടാകുന്നതൊക്കെ. ഇതേസമയം ശാലിനി ആണെങ്കിൽ ഓഫീസിലിരുന്ന് ഏറെ വൈകി ആകെ വിഷമിച്ചിട്ട് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അമ്മയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അന്നേരം ആകെ സങ്കടപ്പെട്ട് ചെല്ലുന്ന ശാലിനി ആണെങ്കിൽ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. അന്നേരം എന്താണെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ സംശയിച്ചു എന്നും പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങളൊക്കെ ശാരദാമ്മയോട് പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ കുറേയൊക്കെ ഉപദേശിക്കുന്നുണ്ട്. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. വിഷ്ണു മോള് ചെല്ലുമ്പോൾ വീട്ടിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി വീട്ടിലെത്തുന്നുണ്ട്. പക്ഷെ അപ്പോൾ വിഷ്ണു വീട്ടിലുണ്ട്. വിഷ്ണു ഇങ്ങനെ ഉറങ്ങുകയാണ്, കട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞിട്ട് വിഷ്ണു എത്തിയിട്ടുണ്ടാകണം. വിഷ്ണു ഇങ്ങനെ ഉറങ്ങുകയാണ്. ഉറക്കം നടിച്ചല്ല, സത്യത്തിൽ ഉറങ്ങി കിടക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു ശാലിനി ഇങ്ങനെ കിടക്കുന്ന വിഷ്ണുവിനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ കാലിൽ ഇങ്ങനെ തൊട്ടിട്ട് മാപ്പ് വിഷ്ണുവേട്ടാന്ന് ഇങ്ങനെ കാല് പിടിച്ച് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഉണരുന്നത് കാണിക്കുന്നില്ല. ഇത്രയേ പ്രൊമോയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ മിക്കവാറും വിഷ്ണു ഉണരുമായിരിക്കും. പിന്നീട് അവർ തങ്ങളിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീരുകയായിരിക്കും ചെയ്യുന്നത്. പിന്നീടാണ് ഇനി ചിലപ്പോൾ ശാലിനി പക്ഷേ ആ ഒരു പ്രകാശനെ വിട്ട് മധുരയിൽ വിഷ്ണു എന്തിനു പോയി എന്ന് അന്വേഷിച്ചാൽ കാര്യങ്ങൾ അറിയുമോ എന്നുള്ളത് ആ സീനൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ അബൂബക്കർ വീണ്ടും ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു നസീറിൻ്റെ കൊലപാതകത്തിൻ്റെ ചുരുളൊക്കെ പെട്ടെന്ന് അഴിയും. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.